എനിക്ക് ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജിൽ 3 മെസ്സേജിലും ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും വീഡിയോ എഡിറ്റിംഗ് സിസ്റ്റം റിക്വയർമെന്റ്സ്. ആൻഡ് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ വീഡിയോ ഞാൻ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഫസ്റ്റ് പോർഷൻ കമ്പ്യൂട്ടർ കമ്പോണൻസ് ആൻഡ് അതിന്റെ യൂസസിനെ കുറിച്ച് നോക്കാം. ആൻഡ് സെക്കൻഡ് പോർഷൻ മാക്കിനെ കുറിച്ച് നോക്കാം. ആൻഡ് തേർഡ് പോർഷനിൽ നമുക്ക് അഡോബ് പറയുന്ന സിസ്റ്റം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഫോർത്ത് പോർഷനിൽ എന്റെ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു സിസ്റ്റം റിക്വയർമെന്റ്സ് അല്ല പറയാൻ പോകുന്നത്, മറിച്ച് ജനറൽ ആയിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഏതൊരാൾക്കും ഒരു കമ്പ്യൂട്ടറിന്റെ സ്പെക്ക് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ കമ്പോണൻസ് ആൻഡ് അതിന്റെ യൂസസിനെ കുറിച്ചാണ്. നമ്മളൊരു എഡിറ്റിംഗ് PC എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് കമ്പോണന്റ് CPU, Central Processing Unit, and second one RAM, Random Access Memory, and third one GPU, Graphics Processing Unit, and fourth one Storage. ഓക്കെ, നമുക്ക് CPU-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് CPU. നമ്മളൊരു സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ OS റൺ ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടാസ്ക് റൺ ചെയ്യുന്നുണ്ട്, കുറേ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് CPU ആണ്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീമിയറിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് CPU ആണ്. സോ നമ്മുടെ PC-യിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് CPU. ആൻഡ് നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടി ഒരു PC നോക്കുമ്പോൾ CPU-ൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോർ കൗണ്ട് ആൻഡ് ത്രെഡ് കൗണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ക്വാഡ് കോർ CPU ആണെങ്കിൽ, അതായത് 4 കോർസ് ഉള്ള CPU ആണെങ്കിൽ നമ്മളൊരു CPU-നെ എടുത്തിട്ട് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. എന്നിട്ട് ഓരോ കോറിനും ഓരോ ടാസ്ക് കൊടുക്കും. സോ നമുക്ക് ഫാസ്റ്റർ ആയിട്ട് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ചെറിയ സമയത്തിനുള്ളിൽ. സോ കൂടുതൽ കോർസ് ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടും, ഫാസ്റ്റർ ആയിട്ട് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾ CPU ചൂസ് ചെയ്യുമ്പോൾ എത്ര കോർസ് ഉള്ള CPU ചൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ആൻഡ് രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് RAM, റാൻഡം ആക്സസ് മെമ്മറി. റാമിനെ ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് കണ്ടാൽ മതി. നമ്മുടെ CPU നല്ല സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിന് ഒത്തിരി ഡേറ്റയും കാര്യങ്ങളൊക്കെ വേണം. ആൻഡ് ഈ സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ റാം ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് ആക്ട് ചെയ്യും. സോ നമ്മുടെ CPU-ന് ഫാസ്റ്റർ ആയിട്ട് വേണ്ട ഡേറ്റയൊക്കെ റാം എടുത്ത് കൊടുത്തോളും. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസിന്റെ ടാസ്കിന്റെ എല്ലാം ഡേറ്റ റാമിലാണ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ റാമിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് ഒരേ സമയം റൺ ചെയ്യാനും നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് GPU, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് ഇതിന്റെ പേര് പറയുന്ന പോലെ ഗ്രാഫിക്കലി ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പ്രീമിയറിൽ ചില എഫക്ട്സ് ഒക്കെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ റെൻഡർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ ആഫ്റ്റർ എഫക്ട്സിലും ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എഡിറ്റിംഗ് സ്പീഡ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഗ്രാഫിക്സ് കാർഡിന്റെ കൂടെ VRAM വരുന്നുണ്ട്. നമ്മൾ റാം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റാമാണ് VRAM. ആൻഡ് നിങ്ങൾ സിസ്റ്റം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള GPU എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്റഗ്രേറ്റഡ് GPU എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU-ന്റെ കൂടെ തന്നെ വരുന്ന GPU ആണ്. ആൻഡ് ഇതുപോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള GPU പലപ്പോഴും പ്രീമിയർ സപ്പോർട്ട് ചെയ്യാറില്ല. ആൻഡ് പ്രീമിയർ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും പറയാം. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് സ്റ്റോറേജ് ഡിവൈസ്. ആൻഡ് ഈ സ്റ്റോറേജ് ഡിവൈസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഹാർഡ് ഡിസ്കും SSD-യും. ആൻഡ് നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി നോക്കുവാണെങ്കിൽ ഹാർഡ് ഡിസ്കിന്റെ കാര്യം ചിന്തിക്കുക വേണ്ട. ജസ്റ്റ് സ്റ്റോറേജിന്റെ പർപ്പസിന് വേണ്ടി നമുക്ക് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാം. ബട്ട് എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും SSD യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഹാർഡ് ഡിസ്കിനേക്കാളും 10 times ഫാസ്റ്റർ ആണ് SSD. ആൻഡ് ഈ SSD തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, നോർമൽ സാറ്റ ബേസ്ഡ് SSD-യും M.2 NVMe SSD-യും. ആൻഡ് ഈ നോർമൽ സാറ്റ ബേസ്ഡ് SSD-യേക്കാളും 10 times ഫാസ്റ്റർ ആണ് M.2 NVMe SSDs. സോ നിങ്ങൾ SSD സെലക്ട് ചെയ്യുമ്പോഴത്തേനും NVMe SSD തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് NVMe SSD കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ നിങ്ങൾ 1 TB മേടിക്കണമെന്നില്ല, നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ മേടിക്കാം. ബട്ട് ബഡ്ജറ്റ് കുറവാണെങ്കിൽ 1 TB മേടിക്കണമെന്നില്ല, ഒരു 256 GB ഒക്കെ മേടിച്ചാൽ മതി. ദെൻ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SSD-യിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾസോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫയൽസ്, അതായത് വീഡിയോസ്, മ്യൂസിക്, ട്രാൻസിഷൻസ് കാര്യങ്ങളെല്ലാം SSD-യിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഈ ഫയൽസ് കാര്യങ്ങളെല്ലാം തിരിച്ച് ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റാം. എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും ഫയൽസും കാര്യങ്ങളെല്ലാം SSD-യിൽ തന്നെ വെക്കുക. സോ ഫാസ്റ്റർ ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും എഡിറ്റിംഗ് സ്പീഡ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ 4 കമ്പോണൻസ് ആണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു PC നോക്കുമ്പോഴത്തേനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. എഡിറ്റിംഗ് PC-യെ പറ്റി നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് CPU-ന്റെ ക്ലോക്ക് സ്പീഡ്, റാമിന്റെ സ്പീഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ഒരു സിസ്റ്റം എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ശരിക്കും സെർച്ച് ചെയ്യുക. സിസ്റ്റം നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളവരോട് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക, ബിൽഡ് ചെയ്യുന്നവരോട് സംസാരിക്കുക. ആൻഡ് അങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ PC ചൂസ് ചെയ്യാൻ. ആൻഡ് ഇനി നമുക്ക് മാക്കിനെ കുറിച്ച് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മാക്ക് യൂസ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് മാക്കിനെ കുറിച്ച് ചോദിച്ചു. സോ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആപ്പിളിന്റെ M1 and M2 ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നത് SoC ടെക്നോളജിയാണ്.
അതായത് സിസ്റ്റം ഓൺ എ ചിപ്പ്, അതായത് റാം, CPU ആൻഡ് GPU. ഇത് മൂന്നും ഒരൊറ്റ ചിപ്പിലാണുള്ളത്. നമ്മൾ കുറച്ച് മുമ്പ് റാം, CPU ആൻഡ് GPU ഇത് മൂന്ന് സെപ്പറേറ്റ് കമ്പോണൻസ് ആയിട്ടാണ് സംസാരിച്ചത്. ബട്ട് മാക്കിൽ SoC ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് മൂന്നും ഒരു ചിപ്പിലാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് മാക്ക് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ മതി. കുറെ വീഡിയോസും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അഡോബ് പറയുന്ന സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് പ്രീമിയർ പ്രോ സിസ്റ്റം റിക്വയർമെന്റ്സ് പിന്നെ ഏത് ഇയറിലെയാണ് വേണ്ടത് അതുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2023 കൊടുത്തിട്ട് സെർച്ച് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് helpx.adobe ഒരു വെബ്സൈറ്റ് കിട്ടും. അത് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ആൻഡ് ഇവിടെ പ്രീമിയറിന് വേണ്ട എല്ലാ സിസ്റ്റം റിക്വയർമെന്റ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മിനിമം റിക്വയർമെന്റ്സും റെക്കമെൻഡഡ് റിക്വയർമെന്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സിസ്റ്റം ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ മാക്കിന് വേണ്ട റിക്വയർമെന്റ്സും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറെ ഗ്രാഫിക്സ് കാർഡിന്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ആൻഡ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ള ഗ്രാഫിക്സ് കാർഡ് മാത്രമേ പ്രീമിയർ പ്രോ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിസ്റ്റം എടുക്കുമ്പോഴത്തേനും ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന്റെ സിസ്റ്റം റിക്വയർമെന്റ്സ് നോക്കാം. കുറച്ച് മുമ്പ് ചെയ്തതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സിന്റെ സെർച്ച് ചെയ്യുക. എന്നിട്ട് helpx.adobe വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് മിനിമം റിക്വയർമെന്റ്സും റെക്കമെൻഡഡ് റിക്വയർമെന്റ്സും അങ്ങനെ ആഫ്റ്റർ എഫക്ട്സിന് വേണ്ട എല്ലാ സിസ്റ്റം റിക്വയർമെന്റ്സിന്റെ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് അത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ആൻഡ് ഇനി ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആൻഡ് എന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. ഞാൻ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു ലോ എൻഡ് PC-യിലായിരുന്നു. പ്രോസസർ വന്നിരുന്നത് AMDയുടെ A4 സീരീസ് ആണ്. 4GB റാം ആൻഡ് ഗ്രാഫിക്സ് കാർഡ് 710 Ti ആൻഡ് ഓൾസോ ഹാർഡ് ഡിസ്ക് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാംദേശിയ, ഹിറ്റ് ഫിലിം ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടായിരുന്നു. പിന്നീടാണ് ഞാൻ പ്രീമിയറിലേക്ക് മാറിയത്. ആൻഡ് ഞാൻ പ്രീമിയറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സ്ലോയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ബിക്കോസ് ഞാൻ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക, ടൈംലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക ആൻഡ് എക്സ്പോർട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ബട്ട് വെൻ ഐ സ്റ്റാർട്ട് ടു ആഡ് എഫക്ട്സ്, ട്രാൻസിഷൻസ് ആൻഡ് കളർ ഗ്രേഡിംഗ്, PC നല്ല രീതിയിൽ സ്ലോ ആകാൻ തുടങ്ങി. ആൻഡ് ആ ടൈമിലാണ് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് എങ്ങനെ നമുക്ക് പ്രീമിയർ ലാഗ് ഇല്ലാതെ റൺ ചെയ്യാം, എന്തൊക്കെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നോക്കിയത്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വർക്കൗട്ടായി. ലാഗ് ഇല്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു പരിധി വരെ. ആൻഡ് റെൻഡറിംഗ് സ്പീഡ് കുറച്ച് ഇൻക്രീസ് ആയി. ആൻഡ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളും പ്രീമിയർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ലാഗ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഗ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിന്റെ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഞാൻ പ്രീമിയറിൽ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു. ആൻഡ് പിന്നീട് ഞാൻ കൂടുതൽ എഫക്ട്സ് ആഡ് ചെയ്തപ്പോൾ ഇതിന് സിസ്റ്റം ശരിക്കും ലാഗ് ആകാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് പോയതാണ്. ആൻഡ് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് 1.5 ദിവസം എടുത്തു. 1.5 ദിവസം ഫുൾ എടുത്ത് എനിക്ക് ആ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി. ആ വീഡിയോയിൽ ഞാൻ കളർ ഗ്രേഡിങ്, എഫക്ട്സ്, ട്രാൻസിഷൻസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് 1.5 ദിവസത്തോളം എടുത്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിന്റെ റീസൺ, നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു PC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും. ബട്ട് കൂടുതൽ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പാടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ഒരു ലോ എൻഡ് PC ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ആൻഡ് ഇനി നിങ്ങളൊരു എഡിറ്റിംഗ് PC എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മിനിമം സ്പെക്കിനെ കുറിച്ച് ഞാൻ പറയാം. മിനിമം സ്പെക്കാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPU ആണ്. ആൻഡ് നിങ്ങൾ CPU എടുക്കുമ്പോൾ മിനിമം 4 കോർ CPU എടുക്കണം. 6 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ 4 to 6 കോർ ഉള്ള ഒരു CPU എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്റൽ എടുക്കണോ റൈസൺ എടുക്കണോ അത് നിങ്ങളുടെ തീരുമാനമാണ്. നമ്മൾ ചില പ്രോസസ് ഒക്കെ പ്രീമിയറിൽ ചെയ്യുമ്പോൾ ഇന്റലാണ് കുറച്ചുകൂടെ ഫാസ്റ്റർ. ബട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും റൈസൺ ആണ് ഫാസ്റ്റർ. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് എടുക്കുക. ആൻഡ് പ്ലേ ബാക്ക് കാണാനും റെൻഡർ ചെയ്യാനും ഒക്കെ റൈസൺ ആണ് കുറച്ചുകൂടെ ഫാസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാം ആണ്. റാം മിനിമം ഒരു 8GB റാമിൽ എടുക്കുക. ഞാൻ 16 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ 8 to 16GB റാമിലും നിങ്ങൾ മിനിമം എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ അടുത്ത് ഗ്രാഫിക്സ് കാർഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡോബിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് മിനിമം ഒരു 4GB VRAM ഉള്ള ഗ്രാഫിക്സ് കാർഡിൽ നിങ്ങൾ ചൂസ് ചെയ്യണം. ആൻഡ് ഫൈനലായിട്ട് സ്റ്റോറേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SSD തന്നെ സെലക്ട് ചെയ്യുക മസ്റ്റ് ആയിട്ട്. NVMe പറ്റുമെങ്കിൽ അത് തന്നെ എടുക്കുക. 256GB ആണെങ്കിലും കുഴപ്പമില്ല. സ്റ്റോറേജിന് വേണ്ടി നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് കൂടെ സെപ്പറേറ്റ് മേടിച്ച് വെച്ചാൽ മതി. ആൻഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്പെക്ക് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ HD വീഡിയോസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് 4K വീഡിയോസിലൊക്കെ വരുമ്പോൾ കുറച്ച് ലാഗ് ആയിരിക്കും. അത്യാവശ്യം കട്ടിങ്ങും എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് എഫക്ട്സും കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും 4K വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ 4K എഡിറ്റിംഗ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്പെക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഒരു എഡിറ്റിംഗ് PC ബിൽഡ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരാം. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. സോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.